ഭാഗമായി ഇപ്പോൾ NDA യോഗം ചേരുന്നു. ഈ പദ്ധതികളെയും മുന്നൊരുക്കങ്ങളെയും മാഡം എങ്ങനെയാണ് കാണുന്നത്? നല്ല രീതിയിലാണ് കണ്ടത്. വളരെയധികം വ്യത്യാസം ഉണ്ടാവും പ്രാവശ്യം. ഇതിൽ വോട്ടിംഗ് ഷെയർ കൂടും, പല സ്ഥലത്തും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ LDFിനേക്കാളും സീറ്റ് മറ്റേ വോട്ട് കൂടുതലുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ല ഇനി നോക്കിയപ്പോൾ അതായത് ഒരു വലിയ മുന്നേറ്റത്തിന്റെ സാധ്യത മാഡം കണ്ടു. മാഡം ആണെങ്കിൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ച ആളാണ്, അച്ഛനൊപ്പം പ്രവർത്തിച്ച ആളാണ്, സ്വന്തം മത്സരിച്ച ആളാണ്. ഇപ്പോൾ ഈ BJPയുടെ ഒരു മുന്നൊരുക്കം കാണുമ്പോൾ എന്താണ് മാഡത്തിന് തോന്നുന്നത്? വളരെയധികം ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കാരണം മുമ്പ് കണ്ടിട്ടുള്ളൊരു BJP അല്ല, ഇപ്പോൾ ആവേശമുണ്ട് ആൾക്കാർക്ക്. പിന്നെ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോഴും ഈ LDF അത് കഴിഞ്ഞാൽ UDF അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുതിയൊരു മാറ്റമാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് BJP കൂടെ സാധിക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്കുണ്ട്. അത് ഫലമായി വരും എന്ന് പ്രതീക്ഷയുണ്ടോ? കാരണം BJP ചിത്രത്തിലില്ല, ആളുകളുടെ മനസ്സിലൊന്നും BJP ഒന്നും വരാൻ പോകുന്നില്ല എന്നതാണല്ലോ. അത് മാറും, ആ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടിയാണ് നിൽക്കണേ. അല്ലാണ്ട് വെറുതെ മത്സരിച്ച് പോകാനില്ല. ആൾക്കാരുടെ മനസ്സിൽ BJP ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ല, ട്രിവാൻഡ്രത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പറ്റി. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നല്ലേ. ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞപ്പോൾ മാഡം ഇനി പോകുന്നത് തൃശ്ശൂരേക്കാണ് ഇപ്പോഴത്തെ യാത്ര തന്നെ. തൃശ്ശൂർ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്? ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ഞാനല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്നല്ലാണ്ട് ഞാനായിട്ട് പോയിട്ട് ഒരിക്കലും ഇടിച്ച് ചോദിച്ചിട്ടില്ല. ഒരു സീറ്റും ചോദിക്കില്ല? ഞാൻ ചോദിക്കാറില്ല. എനിക്ക് 140 മണ്ഡലവും അറിയാം. കുട്ടിക്കാലം തൊട്ട് ഞാൻ വളർന്നിട്ടുള്ള ഇതല്ലേ. പക്ഷേ പാർട്ടി എന്താ പറയണത്, ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെപ്പറ്റി ചർച്ച പോലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡത്തിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ തൃശ്ശൂർ മത്സരിക്കാൻ സന്നദ്ധയാണ്? ഇല്ല, പാർട്ടി അതിനൊരിക്കലും ചർച്ചയ്ക്ക് സമയം പോലും ആയിട്ടില്ല. ഇലക്ഷൻ കമ്മിറ്റിയൊക്കെ കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനല്ലേ പാർട്ടി എന്ത് പറയണോ അതാണ്. അത് മത്സരമാണോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. ഇത് മാഡം BJPയിലേക്ക് വന്നപ്പോൾ പ്രധാനമായും ഗവർണറാകും, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ദേശീയ നേതൃത്വത്തിലേക്ക് പങ്കെടുക്കും, അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ പൊതുവിൽ പറഞ്ഞിട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് നിൽക്കുന്നു. തൃശ്ശൂർ പോലെ സാധ്യതയുള്ള മണ്ഡലം. BJP പറയുന്നതാകട്ടെ ജയസാധ്യത നോക്കിയായിരിക്കും സ്ഥാനാർത്ഥി. അങ്ങനെയെങ്കിൽ പത്മജ വേണുഗോപാലിന് വളരെ നിർണായകമാവുക തൃശ്ശൂരാണെന്നുള്ളത് ഉറപ്പുമാണ്. കുറേയധികം ജനപിന്തുണ അവിടെ ഇല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂരുകാർക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര അവരൊന്ന് പാർട്ടി വ്യത്യാസമില്ലാണ്ട് എന്നെ വിളിക്കാറുണ്ട്. ചേച്ചി പ്രാവശ്യം വന്ന് നിൽക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, പാർട്ടിയല്ലേ, പാർട്ടി എന്താ വെച്ചാൽ പറയട്ടെ. കോൺഗ്രസ്സുകാർ തന്നെ വന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഉള്ളിലും ഇപ്പോഴും സ്വാധീനമുണ്ട്. തൃശ്ശൂരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. തൃശ്ശൂരത്തെ മാത്രമല്ല, കേരളത്തിലെ മൊത്തം വിളിക്കാറുണ്ട് എല്ലാവരും. എന്നോട് സ്നേഹമുള്ളവർ വിളിക്കാറുണ്ട്. അതൊക്കെ ഒരു ജനപിന്തുണ അത് തെരഞ്ഞെടുപ്പ് ഫലമായി വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അല്ല, അങ്ങനത്തെ ഒന്നും ഞാൻ അതിലേക്കേ കടന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കണ ഈ ഗവർണറാവണതും നിൽക്കണമൊക്കെ ഇവരുണ്ടാക്കുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെയല്ല, നമുക്ക് മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നിപ്പോൾ പാർട്ടി പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിയമത്തിൽ മത്സരിക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധനാണ്. അങ്ങനെ ഒരു സന്നദ്ധത പത്മജ വേണുഗോപാലിനുണ്ട്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിയും എന്ന നിലയിൽ. എനിക്ക് അങ്ങനത്തെ അഹങ്കാരം എന്നുള്ള ആളല്ല എനിക്ക്. പക്ഷേ ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഇതുവരെ പാർട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ പറയൂല. എന്താണ് പാർട്ടിയുടെ ഇതെന്നൊക്കെ അറിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. വെറുതെ എന്നെ പിടിച്ച് നിർത്തണ്ട. തൃശ്ശൂരുകാർ വിളിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തൃശ്ശൂർ പോകുന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ഇത് ബലം പകരുന്നുണ്ട്? ഇല്ല, അതുകൊണ്ടല്ല. ഞാൻ അവിടുത്തെ പാർട്ടിക്കാരിടയ്ക്ക് പോയി കാണും. അതിൽ പലരും കാണാൻ വരും എന്നെ, രാഷ്ട്രീയം ഇല്ലാത്തവർ വരും. അപ്പോൾ അവരെയൊക്കെ പോയി കാണും, പിന്നെ ഇതൊക്കെ അന്വേഷിക്കും, അതിലൊക്കെ പങ്കെടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് പോരും. ഇനി തൃശ്ശൂരല്ല എന്നിരിക്കട്ടെ, വേറെ ഏത് മണ്ഡലത്തിലാണെങ്കിലും പത്മജ വേണുഗോപാലിന് പാർട്ടി ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഏറ്റെടുക്കും, അതോ തൃശ്ശൂർ പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അതിലൊന്നുമല്ല, അതിൽ ഇലക്ഷൻ അല്ല, വേറെ ഒന്നുമല്ല. എന്താണ് പാർട്ടി പറയണത് അത് കേൾക്കാൻ പണ്ടും ഞാൻ കോൺഗ്രസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. അവസാനത്തെ ചോദ്യം, ഈ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു വിവാദം മുമ്പുണ്ടായിരുന്നത്. അത് പിന്നീട് പല ഘട്ടത്തിൽ ചർച്ചകൾ വന്നു. ഈ തൃശ്ശൂർ സന്ദീപ് വാര്യർ മത്സരിക്കുമെന്ന ചില അഭ്യൂഹങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടവും ആ നിലയിലുള്ള തർക്കത്തിൻ്റെ ഒരു മറുപടി കൂടി തൃശ്ശൂർ നൽകാൻ കഴിയുമോ? സന്ദീപ് വാര്യർ മത്സരിക്കുന്ന കാര്യം പോലും ഉറപ്പായിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ
ആ അല്ല അങ്ങനെ വരുമ്പോൾ നമ്മളത് എന്താ ഞാൻ ജോലിസിനൊന്നുമില്ല നാളെ എന്ത് സംഭവിക്കുന്ന പറയാം എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ പറയാൻ പറ്റും. ആഗ്രഹമുണ്ടോ? കാരണം ആ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആരോടൊരു വിരോധമില്ലാത്ത ആളാണ്. ആഗ്രഹമില്ല. പറഞ്ഞതൊക്കെ അപ്പം തീർന്നു. ആ അപ്പം തീർന്നു. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ അത് പിന്നെ നമ്മുടെ എതിരാളി, അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടൊരു ദേഷ്യമില്ലാത്ത ആളാണ്. ഏതായാലും BJP ഇത്തവണ വലിയ സീറ്റിൽ വിജയിക്കും. പിന്നെ തീർച്ചയായിട്ടും അതുണ്ട് എനിക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള വ്യത്യാസം. ഈ കോൺഗ്രസ്സുകാരിപ്പോൾ വലിയ യാത്ര നടത്തുന്നു, വലിയ ആവേശം വരുന്നു. അങ്ങ് കുറേ കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കോൺഗ്രസ് വലിയ ഇങ്ങനെ ആത്മവിശ്വാസം ആൾക്കാർ കൂടുന്ന ഒന്നും ഒരിക്കലും വോട്ടാവില്ല.